മോട്ടറോളയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ്. മോട്ടറോളയുടെ ഈ അടുത്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മിക്ക ഫോണുകൾക്കും വില കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഈ ഫോണിന് വില കുറച്ച് കുറവാണെന്ന് മാത്രമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമിയുടെ, റെഡ്മിയുടെ അതുപോലെ പോക്കോയുടെ ഫോണുകൾക്കൊക്കെ നല്ലൊരു വെല്ലുവിളി തന്നെയാണ് ഈ ഫോണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ്. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് പോപ്പപ്പ് സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നോച്ചോ അതുപോലെ പഞ്ചോളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഫോണിൻ്റെ ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡി ഒന്നും ലഭിക്കുന്നില്ല. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 210 ഗ്രാമാണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ആണ് വരുന്നത്, ട്വിലൈറ്റ് ബ്ലൂ പിന്നെ മൂൺലൈറ്റ് വൈറ്റ്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം ഇന്ത്യയിലെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 730G. ഈ ഒരു ഫോണിൻ്റെ ഗ്ലോബൽ വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 730 എന്ന പ്രോസസ്സറായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇന്ത്യൻ വെർഷനിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 730G എന്നുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് 6GB റാമാണ് ലഭിക്കുന്നത്. 128GB ഇന്റേണലും ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന റെഡ്മി നോട്ട് 9 Pro Max, റിയൽമി 6 Pro അതുപോലെ പോക്കോ X2 എന്നീ ഫോണുകളിലൊക്കെ ഈ ഫോണിലെ പോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ 6GB റാം വരുന്നുണ്ട്. പക്ഷേ ആ ഫോണുകളിലൊക്കെ ബേസ് വേരിയൻറ്റിൽ 64GB ഇന്റേണലേ വരുന്നുള്ളൂ. ഈ ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 128GB ഇന്റേണൽ ലഭിക്കുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഹൈഫൈ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കും. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആൻഡ്രോയിഡ് 10 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മോട്ടോയുടെ ചില എക്സ്ട്രാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 5 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും 4ാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഇൻ്റർനാഷണൽ വെർഷനിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ത്യൻ വെർഷനിൽ നമുക്ക് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ സാർ വാല്യൂ പറ്റി പറയുകയാണെങ്കിൽ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.52ഉം ബോഡി സാർ വാല്യൂ വരുന്നത് 1.43ഉമാണ്. ഈ ഫോണിൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. ജൂൺ 24 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വരുന്നത്. അതും വളരെ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. ഇപ്പം 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഫോണുകളാണ് പോക്കോ X2, റിയൽമി 6 Pro, റെഡ്മി നോട്ട് 9 Pro Max അതുപോലെ റിയൽമി X2 പോലുള്ള ഫോണുകളൊക്കെ. ആ ഒരു ഫോണുകൾക്കൊക്കെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് വളരെ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും.